ഹായ് നമസ്കാരം. ഈസി ടിപ്സ് ഫോർ PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരള സർക്കാർ നൽകുന്ന അവാർഡുകളെക്കുറിച്ചാണ് കേട്ടോ. ആദ്യം നമുക്ക് എഴുത്തച്ഛൻ അവാർഡിനെ കുറിച്ച് നോക്കാം. എഴുത്തച്ഛൻ അവാർഡ് നൽകി തുടങ്ങിയത് 1993 മുതലാണ് കേട്ടോ. ആദ്യമായിട്ട് എഴുത്തച്ഛൻ ലഭിച്ചത് ആർക്കാണ്? സൂര്യനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ആദ്യമായിട്ട് ലഭിച്ചത് സൂര്യനാട് കുഞ്ഞൻപിള്ള. 2024 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. 2023 SK വസന്തനും, 2022 സേതു, 2021 P വത്സല. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. വയലാർ അവാർഡ് 1977 മുതലാണ് വയലാർ അവാർഡ് നൽകി തുടങ്ങിയത്. വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചെരുവിൽ കാട്ടൂർ കടവനാണ് ലഭിച്ചത് കേട്ടോ. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലത്തിനും. ഓക്കെ, നെക്സ്റ്റ് വള്ളത്തോൾ അവാർഡിനെ കുറിച്ച് നോക്കാം. വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയത് 1991 ആദ്യം ലഭിച്ചത് പാലാ നാരായണ മേനോനെയാണ്. 2019 അവസാനമായിട്ട് വള്ളത്തോൾ അവാർഡ് പ്രഖ്യാപിച്ചത്. 2019 ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയ. ഓക്കെ, അടുത്തത് ഓടക്കുഴൽ അവാർഡിനെ കുറിച്ചാണ് കേട്ടോ. ഓടക്കുഴൽ അവാർഡ് ആദ്യം ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? K അരവിന്ദാക്ഷൻ ഗോപ എന്ന കൃതിക്കാണ് കേട്ടോ. 2024 ആർക്കാണ് ലഭിച്ചത്? K അരവിന്ദാക്ഷനെയാണ്. 2023 PN ഗോപികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കവിത ഒരു മാംസപൂച്ചയാണ് എന്ന കൃതിക്കാണ് കേട്ടോ. 2023 ആർക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്? PN ഗോപികൃഷ്ണന്. 2022 അംബികാസുധൻ മാങ്ങാടിന് അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് കേട്ടോ. 2022 അംബികാസുധൻ മാങ്ങാട്, 2023 PN ഗോപികൃഷ്ണൻ, 2024 K അരവിന്ദാക്ഷൻ. ഓക്കെ, അടുത്തത് തകഴി അവാർഡാണ്. തകഴി അവാർഡ് 2024 ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനെയാണ് കേട്ടോ. 2023 M മുകുന്ദൻ. അപ്പോൾ 2024 തകഴി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? MK സാനുവിന്. 2023 M മുകുന്ദന്. നെക്സ്റ്റ് ONV പുരസ്കാരം. ONV പുരസ്കാരം 2024 ആർക്കാണ് ലഭിച്ചത്? പ്രതിഭ റായ്ക്കാണ്. 2024 ONV പുരസ്കാരം പ്രതിഭ റായ്ക്ക്. 2023 C രാധാകൃഷ്ണനെയാണ്. നെക്സ്റ്റ് പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് 2024 ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. 2024 പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദിനും 2023 സുഭാഷ് ചന്ദ്രനുമാണ് കേട്ടോ. നെക്സ്റ്റ് കടമ്മനിട്ട പുരസ്കാരം. കടമ്മനിട്ട പുരസ്കാരം 2024 റഫീഖ് അഹമ്മദിനാണ്. അപ്പോൾ റഫീഖ് അഹമ്മദിന് 2 അവാർഡാണ് 2024 കിട്ടിയിരിക്കുന്നത്. പത്മപ്രഭ പുരസ്കാരവും കടമ്മനിട്ട പുരസ്കാരവും. 2023 കടമ്മനിട്ട പുരസ്കാരം ആർക്കാണ്? പ്രഭാവർമ്മയ്ക്ക്. ലാസ്റ്റ് വൺ ഹരിവരാസന പുരസ്കാരം. 2024 ഹരിവരാസന പുരസ്കാരം ആർക്കാണ്? PK വീരമണിദാസനെയാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കും, 2022 ആലപ്പി രംഗനാഥനുമാണ്. അപ്പോൾ ഹരിവരാസന പുരസ്കാരം ആർക്കെല്ലാമാണ് ലഭിച്ചത്? 2024 PK വീരമണിദാസൻ, 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥ്. നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിവിഷൻ പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിവിഷൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് കൂടിയാണ്. അപ്പോൾ യാത്രക്കിടയിലോ ജോലിക്കിടയിലൊക്കെ ഇടയ്ക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.